ആദായ നികുതി പ്ലാനിംഗ് എപ്പോഴും ആളുകൾക്കൊരു കൺഫ്യൂഷനാണ്. എല്ലാ വർഷവും സ്ലാബിലും റേറ്റിലും ഡിഡക്ഷനിലുമൊക്കെ മാറ്റം വരും. ഇത് മനസ്സിലാക്കാൻ പലരും ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണണം, കാശും കൊടുക്കണം. ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. വ്യത്യസ്ത ടാക്സ് റെജിമിൽ വ്യത്യസ്ത ഇൻകം ലെവലിൽ ആദായ നികുതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഓരോ റെജിമിലും ടാക്സ് കുറയ്ക്കാൻ എന്തൊക്കെ ഡിഡക്ഷൻ ഉണ്ടെന്നും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഇതിൽ തുടക്കം മുതൽ ക്ലിയറായി പറഞ്ഞുതരാം. ആദ്യം ന്യൂ ടാക്സ് റെജിം നോക്കാം. ഇത് ഡീഫോൾട്ട് റെജിമാണ്. അതായത് നിങ്ങൾ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീം സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി എല്ലാവർക്കും ബാധകമാകും. സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിന്റെ ഓരോ ഭാഗത്തിനും വേറെ വേറെ ടാക്സ് റേറ്റ് ബാധകമാകുന്ന രീതിയാണ്. മുഴുവൻ ഇൻകത്തിനും ഒരേ റേറ്റ് അല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് 9 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്തതായി 4 മുതൽ 8 ലക്ഷം വരെയുള്ള ഭാഗത്തിന് മാത്രം 5% ടാക്സ്. ബാക്കി വരുന്ന 8 ലക്ഷത്തിന് മുകളിലുള്ള 1 ലക്ഷത്തിന് 10% ടാക്സ്. മുഴുവൻ 9 ലക്ഷത്തിനും 10% അല്ല കൊടുക്കേണ്ടത്. ഓരോ ഭാഗത്തിനും അതിൻ്റെതായ റേറ്റ് മാത്രം. 4 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 4 മുതൽ 8 ലക്ഷം വരെയുള്ള ഭാഗത്തിന് 5%. 8 മുതൽ 12 ലക്ഷം വരെ 10%. 12 മുതൽ 16 ലക്ഷം വരെ 15%. 16 മുതൽ 20 ലക്ഷം വരെ 20%. 20 മുതൽ 24 ലക്ഷം വരെ 25%. 24 ലക്ഷത്തിന് മുകളിൽ 30%. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ശമ്പളക്കാർക്ക് ഒരു ഫിക്സഡ് ഡിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ന്യൂ റെജിമിൽ ഇത് 75,000 രൂപയാണ്. ഒരു പ്രൂഫും വേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. സാലറിയിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കായി കുറയും. ബാക്കി വരുന്ന അമൗണ്ടാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അമൗണ്ട്. ഇനി ഒരു എക്സാമ്പിൾ വച്ച് മുഴുവൻ സ്റ്റെപ്പും കാണിക്കാം. രവിയുടെ ആനുവൽ സാലറി 10 ലക്ഷം രൂപയാണ്. ആദ്യം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയ 75,000 രൂപ കുറയ്ക്കും. ബാക്കി വരുന്ന 9,25,000 രൂപയാണ് ടാക്സബിൾ ഇൻകം. ഇനി ഓരോ സ്ലാബും വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യും. 4 മുതൽ 8 ലക്ഷം വരെയുള്ള ഭാഗത്തിന് 5% വച്ച്, 8 ലക്ഷത്തിന് മുകളിലുള്ള ബാക്കി ഭാഗത്തിന് 10% വച്ച്. ഇങ്ങനെ കൂട്ടിയാൽ 32,500 രൂപ ടാക്സ് വരും. പക്ഷേ ഇവിടെ ഒരു പ്രധാന ബെനിഫിറ്റ് കിട്ടും. സെക്ഷൻ 87 റിബേറ്റ്. 87 റിബേറ്റ് എന്നാൽ ടാക്സബിൾ ഇൻകം 12 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് സർക്കാർ പൂർണ്ണമായി ഒഴിവാക്കി തരും എന്നാണ്. ഇതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, 60,000 രൂപ വരെ. അതായത് കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് 60,000 രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ ആ ടാക്സ് മുഴുവൻ 0 ആയി മാറും. രവിയുടെ ടാക്സബിൾ ഇൻകം 9,25,000 രൂപ ആയതുകൊണ്ട് 12 ലക്ഷത്തിൻ്റെ ലിമിറ്റിനുള്ളിലാണ്. കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് ആയ 32,500 രൂപയും 60,000-ൽ താഴെയാണ്. അതുകൊണ്ട് ടാക്സ് മുഴുവൻ ക്യാൻസൽ ആകും. രവി അവസാനം കൊടുക്കേണ്ടത് 0 രൂപ. ഇനി ഓൾഡ് ടാക്സ് റെജിം എന്താണെന്ന് നോക്കാം. ഇത് ഓട്ടോമാറ്റിക്കായി കിട്ടില്ല, ഇത് സെലക്ട് ചെയ്യണം. ഇതിൽ സ്ലാബ് വേറെയാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കുറവാണ്. പക്ഷേ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ധാരാളം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഈ ഡിഡക്ഷനുകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് 80C പ്രൊവിഡന്റ് ഫണ്ട്, PPF ഇൻഷുറൻസ് പ്രീമിയം, LSS മ്യൂച്വൽ ഫണ്ട്, ഹോം ലോണിൻ്റെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ആകെ 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ. രണ്ടാമത്തേത് 80D ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന്. മൂന്നാമത്തേത് HRA വാടകയ്ക്ക് താമസിക്കുന്നവർക്കുള്ള റെൻ്റ് അലവൻസ്. നാലാമത്തേത് ഹോം ലോൺ ഇൻട്രസ്റ്റ്, സ്വന്തം വീടിൻ്റെ ലോൺ ഇൻട്രസ്റ്റിന് 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ. ഇതെല്ലാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് ഒരു എക്സാമ്പിളിൽ നോക്കാം. രവിയുടെ അതേ എക്സാമ്പിളിൽ തന്നെ ഇത് കാണിക്കാം. രവിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി 50,000 രൂപ കിട്ടും. പിന്നെ 80Cയിൽ PFലേക്ക് 60,000 രൂപ, LIC പ്രീമിയമായി 40,000 രൂപ, LSS മ്യൂച്വൽ ഫണ്ടിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ആകെ 1.5 ലക്ഷം രൂപ ആകും. ഇത് 80Cയുടെ മാക്സിമം ലിമിറ്റ് ആണ്. ഇതിന് മുകളിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമായി 25,000 രൂപ കൂടി കൊടുത്താൽ 80D ഫുള്ളായി ക്ലെയിം ചെയ്യാം. ഇതെല്ലാം കൂട്ടിയാൽ 50,000, 1.5 ലക്ഷം, 25,000, ആകെ ഡിഡക്ഷൻ 2.25 ലക്ഷം രൂപ ആകും. ഇനി രവിയുടെ അതേ 10 ലക്ഷം സാലറി ഓൾഡ് റെജിമിൽ നോക്കാം. ഇപ്പോൾ കണ്ട 2.25 ലക്ഷം രൂപ ഡിഡക്ഷൻ കുറച്ചാൽ ടാക്സബിൾ ഇൻകം 7,75,000 രൂപ. ഇതിൻ്റെ ടാക്സ് 70,200 രൂപ വരും. അതായത് ന്യൂ റെജിമിൽ 0 കൊടുക്കുന്ന അതേ രവി ഓൾഡ് റെജിമിൽ 70,200 രൂപ കൊടുക്കണം. അടുത്തത് പ്രിയയുടെ എക്സാമ്പിൾ. ആനുവൽ സാലറി 15 ലക്ഷം രൂപ. ന്യൂ റെജിമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ ടാക്സബിൾ ഇൻകം 14,25,000 രൂപ. ടാക്സ് 93,750 രൂപ.
സെസ് കൂടി ചേർത്താൽ ആകെ 97,500 രൂപ. പഴയ രീതിയിൽ രവിക്ക് കാണിച്ച അതേ ടൈപ്പ് ഡിഡക്ഷൻ 80C-യും 80D-യും മാക്സിമം വച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ടാക്സ് 2,02,800 രൂപ വരും. ന്യൂ റെജിം പ്രിയയ്ക്ക് 1,00,000 രൂപയിലധികം സേവ് ചെയ്യുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ ആനന്ദിൻ്റേത്. സാലറി 20 ലക്ഷം രൂപ. ന്യൂ റെജിമിൽ ടാക്സബിൾ ഇൻകം 19,25,000 രൂപ. ടാക്സ് 1,92,400 രൂപ സെസ് അടക്കം. അതേ ടൈപ്പ് ഡിഡക്ഷൻ വച്ച് ഓൾഡ് റെജിമിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ടാക്സ് 3,58,800 രൂപ വരും. ഇവിടെയും ന്യൂ റെജിം 1,50,000 ലക്ഷത്തിലധികം രൂപ സേവ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഓൾഡ് റെജിം ജയിക്കുമോ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 15 ലക്ഷം സാലറിയിൽ ഓൾഡ് റെജിം ന്യൂ റെജിമിനോട് മത്സരിക്കണമെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം ഡിഡക്ഷൻ വേണം. അതായത് 80C ഫുള്ളായി യൂസ് ചെയ്ത് പേരൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ്, ഹോം ലോണിൻ്റെ ഫുൾ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ, പെൻഷൻ സ്കീമിലെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയെല്ലാം കൂടി ക്ലെയിം ചെയ്യണം. ഇത്രയും ഡിഡക്ഷൻ എല്ലാവർക്കും കിട്ടില്ല. ഹോം ലോണും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ള കുറച്ചു പേർക്ക് മാത്രമേ ഈ കണക്ക് ശരിയാവുകയുള്ളൂ. ഒരു ഡൗട്ട് വരാം, ടാക്സബിൾ ഇൻകം 12 ലക്ഷത്തിന് തൊട്ടുമുകളിൽ പോയാൽ പെട്ടെന്ന് വലിയ ടാക്സ് വരുമോ? നോർമലായി നോക്കിയാൽ അതെ എന്ന് തോന്നും. കാരണം 12 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് 0 ടാക്സ് ആണ്. മുകളിൽ പോയാൽ റിബേറ്റ് പോകും. ഇത് പരിഹരിക്കാനുള്ളതാണ് മാർജിനൽ റിലീഫ് എന്ന റൂൾ. ഇത് എന്തുകൊണ്ട് വേണം എന്നൊരു എക്സ്ട്രീം എക്സാമ്പിളിൽ നോക്കാം. ടാക്സബിൾ ഇൻകം കൃത്യം 12 ലക്ഷം ആണെങ്കിൽ ടാക്സ് 0 രൂപ. പക്ഷേ ഇതിന് വെറും 1 രൂപ കൂടി കൂടിയാൽ റിലീഫ് ഇല്ലായിരുന്നെങ്കിൽ മുഴുവൻ സ്ലാബും വച്ച് കാൽക്കുലേറ്റ് ചെയ്ത 60,000-ഓളം രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുമായിരുന്നു. വെറും 1 രൂപ കൂടുതൽ സമ്പാദിച്ചതിന് 60,000 രൂപ നഷ്ടം വരുന്നത് ന്യായമല്ല. അതുകൊണ്ടാണ് മാർജിനൽ റിലീഫ് കൊണ്ടുവന്നത്. കിരണിൻ്റെ ടാക്സബിൾ ഇൻകം 12,25,000 രൂപയാണ്. അതായത് 12 ലക്ഷത്തിന് വെറും 25,000 രൂപ മുകളിൽ. സ്ലാബ് വച്ച് നോർമലായി കാൽക്കുലേറ്റ് ചെയ്താൽ ടാക്സ് 63,750 രൂപ വരും. പക്ഷേ മാർജിനൽ റിലീഫ് പ്രകാരം ടാക്സ് ഒരിക്കലും 12 ലക്ഷത്തിന് മുകളിലുള്ള എക്സ്ട്രാ അമൗണ്ടിനേക്കാൾ കൂടില്ല. അതുകൊണ്ട് കിരണിൻ്റെ ടാക്സ് 25,000 രൂപ ആയി ലിമിറ്റ് ആകും, 63,750 അല്ല. സെസ് കൂടി ചേർത്താൽ ആകെ 26,000 രൂപ കൊടുത്താൽ മതി. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ കൂടി നോക്കാം. ദിവ്യയുടെ ടാക്സബിൾ ഇൻകം 12,05,000 രൂപയാണ്. 12 ലക്ഷത്തിന് വെറും 5,000 രൂപ മുകളിൽ. സ്ലാബ് വച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ടാക്സ് 60,750 രൂപ വരും. പക്ഷേ മാർജിനൽ റിലീഫ് പ്രകാരം ദിവ്യയുടെ ടാക്സ് 5,000 രൂപ ആയി മാത്രം ലിമിറ്റ് ആകും. എത്ര അധികം സമ്പാദിച്ചോ അത്രയും മാത്രമേ ടാക്സായി വരൂ, അതിൽ കൂടുതൽ ഒരിക്കലും വരില്ല. ഇനി 2 കാര്യങ്ങൾ കൂടി അറിയണം. ഒന്ന്, ടാക്സിൻ്റെ മുകളിൽ 4% സെസ് എല്ലാവർക്കും ബാധകമാണ്, 2 റെജിമിലും. 2, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം ഉള്ളവർക്ക് സർചാർജ് കൂടി വരും. ന്യൂ റെജിമിൽ സർചാർജ് മാക്സിമം 25%-ആയി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് റെജിമിൽ ഇത് 37% വരെ പോകാം. അപ്പോൾ ഏത് റെജിം സെലക്ട് ചെയ്യണം? വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ ഹോം ലോണോ ഇല്ലാത്തവർക്ക് ന്യൂ റെജിം മിക്കവാറും ബെറ്റർ ആണ്. ഹോം ലോണും 80C മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റും പേരൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ ഉള്ളവർ 2 റെജിമും ഒരു കാൽക്കുലേറ്റർ വച്ച് കമ്പയർ ചെയ്ത ശേഷം ഡിസൈഡ് ചെയ്യുക. എല്ലാ വർഷവും ഇത് വീണ്ടും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം റൂൾസ് മാറിക്കൊണ്ടിരിക്കും. സാമ്പത്തിക വിചാരം, സാധാരണക്കാരൻ്റെ പണകാര്യങ്ങൾ സിമ്പിളായി. ഇതുപോലുള്ള കാൽക്കുലേഷൻസ് ഇനിയും വേണോ? സബ്സ്ക്രൈബ് ചെയ്യൂ.